ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ നിതൂട്ടൻ്റെ ഫസ്റ്റ് മൂവി ഡേറ്റ് ആണ്. ഞങ്ങളതാ പാവപ്പെട്ടവരുടെ നല്ല വാഹനമായ ആട്ടോയിൽ ഞങ്ങൾ മന്ദം മന്ദം മാളിലേക്ക് എത്തിയിരിക്കുന്നു. നിതൂട്ടൻ ആ ഏരിയയിലുള്ള എല്ലാ പെൺപിള്ളാരെയും വായി നോക്കിക്കൊണ്ട് അച്ഛൻ്റെ കൂടെ തന്നെ പാത പിന്തുടർന്ന് അച്ഛൻ്റെ അതേ പിൻഗാമിയാണെന്ന് അവൻ ആദ്യത്തെ ദിവസം തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എലിവേറ്ററിൽ കയറിയിരിക്കുന്നു. ആ ഏരിയയിലുള്ള എല്ലാ പെൺപിള്ളാരെയും മോശമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ മേളത്തെ നിലയിൽ പോയി അവിടെയും വായി നോക്കി. പോപ്കോൺ മേടിക്കാനായി പോയപ്പോഴാണ് അറിഞ്ഞത് 1000 രൂപയും പോപ്കോൺ. എന്നാലും വേണ്ടില്ല, മൂവി കാണുന്നതിന് 650 രൂപയും പോപ്കോണിന് 1000 രൂപയും. അങ്ങനെ 1800 രൂപ മൊത്തത്തിൽ ചിലവായി ഗൈസ്. അതിനുശേഷം ഞങ്ങൾ അകത്ത് കയറുന്നതിന് മുമ്പ് ചില യന്ത്രങ്ങൾ പിടിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. ചെവിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിതൂട്ടൻ ഞങ്ങൾ യന്ത്രം പിടിപ്പിക്കുകയാണ്. വലതുവശവും ഇടതുവശവും വെച്ചപ്പോൾ അവന് കണ്ണ് കാണാൻ പറ്റാത്ത അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ കരഞ്ഞിരുന്നു. അമ്മയെ അച്ഛാന്ന് വിളിച്ച് കരഞ്ഞ നിതൂട്ടനെ ഞങ്ങൾ ആശ്വസിപ്പിച്ചു. വീണ്ടും കുറച്ച് പോപ്കോൺ കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ അവന് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പോപ്കോൺ അതുപോലെ അവിടെ വെച്ചു. അവന് ഞങ്ങൾ യന്ത്രം പിടിപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രനിൽ നിന്ന് വന്ന നിതൂട്ടനെയാണ് പിന്നെ ഞങ്ങൾ കാണാൻ പറ്റിയത് ഗൈസ്. കണ്ണ് കാണാൻ പറ്റുന്നില്ല. വീണ്ടും മേലോട്ട് വെച്ചിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അകത്തേക്ക് കയറാനുള്ള തത്രപ്പാടിലാണ് ഗൈസ്. എല്ലാവരും കയറിപ്പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മൂവി തുടങ്ങാറായെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എച്ചിന് ശേഷം നിതൂട്ടൻ അവിടെ കിടക്കുകയാണ് ഗൈസ്. നല്ല സോഫയിൽ വിശാലമായി, വീട്ടിൽ സ്ഥലം ഉണ്ടായിട്ട് പോലും സോഫയിൽ സുഖമായി കിടന്നുറങ്ങുന്ന നിതൂട്ടനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ് ഗൈസ്. നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള എല്ലാ പെൺപിള്ളേരും വായി നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. അകത്ത് കയറിയപ്പോൾ പുറത്ത് അത്രയും ക്രൗഡ് അകത്തുണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഇരുട്ടത്ത് നിതൂട്ടൻ ഇരിക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് വന്ന നിതൂട്ടനെയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഇരുട്ടായിരിക്കുന്നു ഗൈസ്. നിതൂട്ടൻ നിലവിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പോപ്കോൺ എടുത്തൊരെണ്ണം കയ്യിൽ കൊടുത്തപ്പോൾ അത് വാങ്ങി നിതൂട്ടൻ വായിലേക്ക് വെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളത് പിടിച്ചു വാങ്ങി. അതിനുശേഷം മൂവി തുടങ്ങുന്നതിന് മുമ്പ് നിതൂട്ടൻ ഉറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുള്ള് കഥ അവന് പറഞ്ഞു കൊടുക്കാൻ. അവനെന്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് ഞങ്ങൾ വെളിയിറങ്ങിയിരിക്കുന്നു ഗൈസ്. വെളിയിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും വായി നോക്കും. അതേ അവസ്ഥയിൽ തന്നെ തുടർന്നിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷം ഞങ്ങൾ ചെറിയ ഔട്ടിങ്ങൊക്കെ നടത്തി അകത്തെല്ലാം കറങ്ങി നടന്നു. എല്ലാ പർച്ചേസും കഴിഞ്ഞതിന് ശേഷം വെളിയിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇരുട്ടിയിരിക്കുന്നു. ഇനി ഫുഡ് കഴിക്കാൻ വീട്ടിൽ പോയി വേണം ഫുഡ് കഴിക്കാൻ ഗൈസ്. അതിനുശേഷം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി പതുക്കെ നടന്നു വന്നു. വെളിയിറങ്ങി വീണ്ടും ഞങ്ങൾ ആട്ടോയ്ക്കുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. ആദ്യം വിളിച്ച ആട്ടോക്കാരന് വഴി തെറ്റിയ ആൾ വേറെ എങ്ങാണ്ടോ പോയി. അതിനാൽ ഞങ്ങൾക്ക് രണ്ടാമത് വീണ്ടും ഒരു ആട്ടോ വിളിക്കേണ്ടി വന്നു ഗൈസ്.